അമേരിക്കൻ ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഇന്നലെയാണ് അന്ത്യം സംഭവിച്ചത്. ബിഗ് ജോർജ് എന്ന് അറിയപ്പെടുന്ന ജോർജ് ഫോർമാൻ 2 തവണയാണ് ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായത്. മുഹമ്മദ് അലിയുമായുള്ള റംബിൾ ഇൻ ദ ജംഗിൾ എന്ന വിഖ്യാത മത്സരം എല്ലാവരുടെയും ഓർമ്മയിൽ ഉള്ള ഒന്നാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഗൗതം ആമ്രകുഞ്ചമാണ് ചേരുന്നത്. ഗൗതം, ബിഗ് ജോർജ് എന്നറിയപ്പെടുന്ന ഇടിക്കൂട്ടിലെ സിംഹമാണിപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഓർത്തെടുക്കണം അദ്ദേഹത്തെ? ലക്ഷ്മി, നമുക്കറിയാം ലോകത്തുള്ള എമ്പാടുമുള്ള ബോക്സിംഗ് ആരാധകരെ ഒരു ഘട്ടത്തിൽ ആവേശം കൊള്ളിച്ചിരുന്ന വലിയ ഇതിഹാസ തുല്യമായ കരിയർ ഉണ്ടായിരുന്ന ബിഗ് ജോർജ് ആണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ വിയോഗ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. 76-ാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ പരിശോധിക്കുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ചെറിയ കാലങ്ങൾ കൊണ്ട് കീഴടക്കിയ അത്ഭുതകരമായ ഒരു പ്രതിഭാസം തന്നെയായിരുന്നു ബിഗ് ജോർജ് എന്നറിയപ്പെടുന്ന ജോർജ് ഫോർമാൻ. അദ്ദേഹം ഒളിമ്പിക്സ് മെഡൽ നേടുന്നത് 19-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ബോക്സിംഗിൽ നേടുന്നത്. അതിനുശേഷം 2 തവണ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായി മാറുകയും ചെയ്തു. അതിൽ 2ാം തവണ തന്നെ അദ്ദേഹം കരിയർ അവസാനിപ്പിക്കുന്നു എന്ന് 1974 പറയുകയും പിന്നീട് അതിനുശേഷം 1977 ആ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം 10 വർഷം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്നു. തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് 5 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് 45-ാമത്തെ വയസ്സിൽ ലോക ഹെവി വെയ്റ്റ് പട്ടം 2ാമത് ലഭിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ബോക്സിങ്ങിന് വേണ്ടി തൻ്റെ ജീവിതത്തിലുടനീളം വലിയ പ്രയത്നങ്ങൾ നടത്തിയിട്ടുള്ള വലിയ പ്രതിഭാസമ്പന്നനായിട്ടുള്ള ആ കാലഘട്ടത്തിലെ ഒരുപക്ഷെ ബോക്സിംഗ് ചരിത്രം പരിശോധിച്ചാൽ തന്നെ ആ ചരിത്രത്തിലുടനീളം കാണാൻ കഴിയുന്ന ഇതിഹാസ തുല്യനായിട്ടുള്ള ഒരു ബോക്സർ കൂടിയായിരുന്നു ജോർജ് ഫോർമാൻ എന്നറിയുന്ന ബിഗ് ജോർജ്. അദ്ദേഹം 1974 മുഹമ്മദ് അലിയുമായി നടത്തിയിട്ടുള്ള റംബിൾ ഇൻ ദ ജംഗിൾ എന്ന വിശ്വവിഖ്യാതമായ ഫൈറ്റുണ്ട്. ആ ഫൈറ്റിൻ്റെ സീക്വൻസുകൾ പലപ്പോഴും നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നതാണ്. യൂട്യൂബിലൊക്കെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ഒരുപക്ഷെ മുഹമ്മദ് അലിയുമായി നടന്നിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ ഏറ്റവും വിഖ്യാതമായി തന്നെ കൊണ്ടാടിയിട്ടുള്ളതും അതേപോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള പോരാട്ടങ്ങളിലൊന്നായിരുന്നു ജോർജ് ഫോർമാനുമായിട്ടുള്ള 1974 ഈ പോരാട്ടം. അതിൽ ഇരുവരും തമ്മിലുള്ള ഫൈറ്റിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തായിരുന്നു ജോർജ് ഫോർമാൻ എന്ന ബോക്സർ എന്നെ സംബന്ധിച്ച്. 19-ാമത്തെ വയസ്സിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടുന്നു. പിന്നീട് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് വരുന്നു. ആദ്യ മെഡൽ സ്വന്തമാക്കിയതിന് ശേഷം പിന്നീട് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു. തിരിച്ചെത്തിയതിന് ശേഷം വീണ്ടും മെഡൽ നേട്ടത്തോടുകൂടി കരിയർ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫോർമാനെ ബിഗ് ജോർജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് ശൈലിയും അദ്ദേഹത്തിൻ്റെ ആ ശരീര സൗന്ദര്യവും എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ ഒരു ബോക്സർക്ക് ആവശ്യമായ തരത്തിൽ ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പുകൾക്കകത്ത് നമുക്കറിയാം റിങ്ങിനകത്ത് ഉള്ള പ്രകടനം, അതിൻ്റെ കരുത്ത്, അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റാമിന, ഇതൊക്കെ നിയന്ത്രിക്കുന്നതിലും അത് കൊണ്ടു നടക്കുന്നതിലും ജീവിതത്തിലുടനീളം കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ജോർജ് ഫോർമാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾക്കും അതിൻ്റേതായ കരുത്തുണ്ടായിരുന്നു. മുഹമ്മദ് അലിയുമായുള്ള പോരാട്ടമാണ് ഏറെ ശ്രദ്ധേയമായി മാറിയത്. അതിനോടൊപ്പം തന്നെ അക്കാലത്ത് ആദ്യമായി അദ്ദേഹം ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടുന്നത് അന്ന് ജോർജ് ഫ്രേസറെ തോൽപ്പിച്ചതിന് ശേഷമാണ് ആദ്യത്തെ പട്ടം സ്വന്തമാക്കുന്നത്. അക്കാലത്ത് ഫ്രേസർ വലിയ കാര്യക്ഷമമായിട്ടുള്ള പോരാളിയായി നിൽക്കുന്ന സമയത്താണ്, വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഫോർമാൻ വരുന്നതും ഫ്രേസറുമായിട്ടുള്ള പോരാട്ടം നടക്കുന്നതും ശേഷം ഫോർമാന് ഹെവി വെയ്റ്റ് പട്ടം കിട്ടുന്നതും. അങ്ങനെ കരിയറിലുടനീളം വലിയ പോരാട്ടങ്ങൾ, വലിയ സംഭാവനകൾ ബോക്സിങ്ങിന് നൽകിയ വലിയ വിജയങ്ങൾ നേടിയ അദ്ദേഹം 76 വിജയങ്ങളും 5 പരാജയങ്ങളും മാത്രമാണ് തൻ്റെ കരിയറിൽ സൂക്ഷിച്ചത്. അതിനർത്ഥം തന്നെ 76 വിജയങ്ങൾ ബോക്സിംഗ് റിങ്ങിനകത്ത് നേടുകയും ഒപ്പം 2 സ്വർണ്ണ മെഡൽ ഒളിമ്പിക്സിൽ നേടുന്നു, 2 ഹെവി വെയ്റ്റ് പട്ടങ്ങൾ നേടുന്നു. അതൊന്ന് 45-ാം വയസ്സിലാണ് ലഭിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ വളരെ ഇതിഹാസ തുല്യമായ ഒരു കരിയറായിരുന്നു ജോർജ് ഫോർമാൻ്റേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബിഗ് ജോർജ് എന്ന പേരിൽ ലോകം എല്ലാ കാലത്തും ഓർക്കുകയും ചെയ്യും. റംബിൾ ഇൻ ദ ജംഗിൾ എന്ന ഈ ഫൈറ്റ് അത് ബോക്സിംഗ് ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ബോക്സിംഗ് പരിശീലിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരു പാഠപുസ്തകമായി നിൽക്കുന്ന ഫൈറ്റ് കൂടിയാണ്. അത്തരത്തിൽ ബോക്സിംഗ് റിംഗിലെ എക്കാലത്തെയും ചാമ്പ്യൻ ബിഗ് ജോർജ് വിടവാങ്ങിയിരിക്കുന്നു. ഗൗതം ആമ്രകുഞ്ചമാണ് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.